ജോബ് ചിറ്റിലപ്പള്ളി വധക്കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. പിള്ളേരെല്ലാം നന്നായിട്ട് സ്നേഹിച്ച്, പ്രത്യേകിച്ച് ഞങ്ങൾ കാറ്റിസം രംഗത്താണ് കൂടുതലായിട്ട് ഇടപെടുക. ഒത്തിരി ആത്മാർത്ഥതയോടെ പിള്ളേർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് കാണാറുള്ളത്. അച്ഛൻ മരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമൊക്കെ ഓണത്തിൻ്റെ ആഘോഷമായിരുന്നു. അന്നൊരു അധ്യാപകനേക്കാൾ ആത്മാർത്ഥതയോടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് പൂവിടാനായിട്ട്, അത്തക്കളം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എല്ലാ ക്ലാസ് റൂമിൽ കൂടെ ഒക്കെ നടന്ന് അവരെയൊക്കെ പ്രചോദിപ്പിക്കുന്നത് കണ്ടാൽ അപ്പം ഞാൻ വിചാരിച്ചത് എന്തൊരു ആത്മാർത്ഥതയാണ്. അങ്ങനെ പിള്ളേരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മാത്രമല്ല, യൂണിറ്റിൻ്റെ എല്ലാം കുടുംബ സമ്മേളനങ്ങൾക്ക് പോകാറുണ്ട്. അപ്പോൾ യൂണിറ്റിലെ ഏതൊരു കാര്യം വന്നാലും നന്നായിട്ട് ഇടപെടും. ആ ഇടവകയിൽ ഏതൊരു ആളുകളുടെ ആവശ്യം വന്നാലും അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു അച്ഛനെയാണ് കണ്ടിട്ടുള്ളത്. പറന്നകലാൻ മടിക്കും ഓർമ്മകളെല്ലാം ചിറകിട്ടടിച്ചെന്നും നൊമ്പരം തീർക്കുമ്പോൾ മറക്കില്ല ഞങ്ങൾ പ്രിയ സ്നേഹിത. അച്ഛന് ചെടികളോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. എൻ്റെ കിടപ്പാടത്തിന് പള്ളിമേടയുടെ മുന്നിൽ നിറച്ച് പുഷ്പങ്ങളായിരുന്നു അച്ഛന്. അതുപോലെ തന്നെ അച്ഛൻ അന്ന് മരിച്ചു കിടന്നപ്പോൾ ഞങ്ങൾ കാണാതിരിക്കാൻ കാരണം തന്നെ അച്ഛൻ്റെ ആ വരാന്തയിൽ നിറച്ച് ആന്തൂറിയത്തിൻ്റെ ചട്ടികൾ പുഷ്പങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കായിരുന്നു. അതിൻ്റെ പുറകിലായിരുന്നു അച്ഛൻ കിടന്നിരുന്നത്. മറക്കില്ല ഞങ്ങൾ പ്രിയ സ്നേഹിത, നീ തീർത്ത വസന്തകാലം. ഞങ്ങൾ കുർബാനയ്ക്ക് രാവിലെ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ ഇരിക്കുന്ന നേരത്തെ ഓൾട്ടർ ബോയ്സാണ് അച്ഛൻ്റെ അവിടേക്ക് കണ്ടത്. അതിന് ശേഷമാണ് പിന്നെ അച്ഛൻ എല്ലാവരും കൂടി വിളിച്ചപ്പോൾ ഞങ്ങൾ ചെന്നു. അപ്പോഴാണ് ആദ്യമൊന്നും മനസ്സിലായില്ല, ഞങ്ങൾക്ക് അച്ഛനിങ്ങനെ മരിച്ചതാണെന്നൊന്നും മനസ്സിലായില്ല. ശേഷം ഞങ്ങൾ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആംബുലൻസ് വിളിക്കാമെന്ന് പറഞ്ഞ്, അങ്ങനെ ഇന്നത്തെ മൊബൈൽ സംവിധാനമൊന്നും ഇല്ലല്ലോ, അപ്പോൾ അന്ന് മഠത്തിൽ പോയിട്ട് എന്നാൽ വിളിക്കാം എന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞു. 2 സിസ്റ്റേഴ്സിനെ പറഞ്ഞയച്ചപ്പോഴേക്കും അപ്പാപ്പന്മാർ ഇങ്ങനെ വല്യപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അച്ഛനെ എന്നാൽ നമുക്ക് നീർത്തി കിടത്തി കൊണ്ടുപോകാനുള്ള സംവിധാനമാക്കാന്നുള്ള രീതിയിൽ നീർത്തി കിടത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവണേ അച്ഛനിങ്ങനെ മരിച്ചു എന്നുള്ള കാര്യം. ഉടനെ തന്നെ എല്ലാവരും ഭയങ്കര കരച്ചിലായി. പറന്നകലാൻ മടിക്കും ഓർമ്മകളെല്ലാം ചിറകിട്ടടിച്ചെന്നും നൊമ്പരം തീർക്കുമ്പോൾ. പിന്നെ മുഴുവനും അവിടെ എന്താ അപ്പോഴേക്കും വല്യപ്പന്മാർ പറഞ്ഞു പള്ളിമണി അടിക്കാൻ പറഞ്ഞു. പള്ളിമണി അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ആളുകളും. പിന്നെ അതിനുശേഷം അച്ഛന്മാരൊക്കെ വന്നു. ആംബുലൻസ് വന്നെങ്കിൽ അച്ഛനെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല, കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഞങ്ങൾക്കൊക്കെ അന്ന് ഭയങ്കര സങ്കടത്തിൻ്റെ ഒരു ദിവസമായിരുന്നു. പിന്നെ 12 മണി ഇപ്പോൾ അച്ഛനെ കൊണ്ടുപോയിട്ട് വൈകുന്നേരം പിന്നെ മൊബൈൽ ഫ്രീസറിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങൾ അച്ഛനെ കാണുന്നത്. പിറ്റേ ദിവസം അച്ഛൻ്റെ സംസ്കാരത്തിന് ഞങ്ങൾ രാവിലെ തന്നെ പോയി. അത് കഴിഞ്ഞ് സംസ്കാരമൊക്കെ തിരിച്ചു വന്നു. ഇപ്പോഴായാലും ഓരോ ഓണം വരുമ്പോഴും ഞങ്ങൾ ഓർക്കും അച്ഛനെ കുറിച്ച്. വ്യത്യസ്തനായൊരു പാതിരിയായ നീ പുഞ്ചിരി തൂകിടും ചങ്ങാതിയായി നീ. നമ്മൾ പറഞ്ഞതും പറഞ്ഞു ചിരിച്ചതും. അച്ഛന് ഭക്ഷണം കൊടുത്തിരുന്നത് ഞാനാണ്. അപ്പം അച്ഛനെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. മരിച്ചിരിക്കുന്നതിന് ഒരു 2 ദിവസം, എനിക്ക് ഒരു ബുധനാഴ്ചയാണ് ഞങ്ങൾ ഗവൺമെന്റ് പണിയാനായിട്ട് ഒരു ഭാഗം ക്ലീനാക്കിയിട്ടു. അതിനകത്തൊരു വാഴ മാത്രം ഞാൻ വീട്ടിൽ നിർത്തിയിരുന്നു, കാരണം അതിനകത്തൊരു വലിയൊരു കൊല നിൽക്കണ്ടായിരുന്നു, ചെമ്പൂവൻ.
അപ്പോൾ അതിന് നിർത്തിയേക്കാം. അത് ഓണായിട്ട് നമുക്ക് വെട്ടാം എന്ന് കരുതി ഞങ്ങൾ അങ്ങനെ നിർത്തിയിരുന്നത്. അപ്പോൾ ഒരു ബുധനാഴ്ച വൈകുന്നേരം അച്ഛൻ വന്നിട്ട് 4 മണി നേരത്തെ അച്ഛൻ ഇടയ്ക്ക് ഇങ്ങനെ വരും, മടത്തിട്ട് വരും. അപ്പോൾ വരുമ്പോൾ വെച്ചു ഇതെന്നാ തരാന്ന് വെച്ചപ്പോൾ ഞാനൊന്നും മിണ്ടാണ്ടിരിക്കുന്നു. ഞാനത് ഓണായിട്ട് അച്ഛന് കൊടുക്കാമെന്ന് എഴുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. കൂട്ടമായി നമ്മളന്നു പാടി നടന്നതും ജീവിച്ചിടും നീ പ്രിയ സ്നേഹിത, മരണമില്ല നിൻ ഓർമ്മകളിൽ. ഒരു ടർക്കി ഉണ്ടായിരുന്നു, ടർക്കി എടുത്ത് അച്ഛൻ്റെ മേത്ത് ഇട്ടു. അങ്ങനെ ആ ചോര വരുന്ന ആ ഭാഗത്ത് ചോര അങ്ങനെ ചോര വെള്ളമാണ്, അല്ലാതെ ബ്ലഡ് ഇങ്ങനെ വരുന്നില്ല, ചോര വെള്ളം തിരിച്ചങ്ങനെ ഇട്ടിട്ട് വരുന്നു. അപ്പോൾ കുടലൊക്കെ കാണാതിരിക്കാൻ നമ്മൾ അതിൻ്റെ മുകളിൽ ടർക്കി ഇട്ടു. അത് എനിക്ക് തോന്നുന്നു ഞാനത് ഉണക്കി സൂക്ഷിച്ച് ഇന്നും അച്ഛൻ കരുതിരുന്ന മുറിയിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അറിവ്. ആദ്യത്തെ മുറിയിലുണ്ട്, ഉണക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കഴുകിയിട്ടൊന്നുമില്ല, ആ ബ്ലഡോട് കൂടി തന്നെ ഉണക്കി ആ മുറിയിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരും ഇടപെടുന്ന ഒരു പ്രകൃതിയാണ്, ആരും വിഷമിക്കരുത്. പിന്നെ അങ്ങനെ കൊന്തെത്തിച്ച് നടക്കുന്ന ഒരു പ്രകൃതിയാണ് അച്ഛൻ. രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ കൊന്ത കയ്യിലുണ്ടാവും. ആൾ പറഞ്ഞ് പടി വരെ ഗേറ്റ് വരെ ആളിങ്ങനെ കൊന്ത ചെല്ലി വന്ന് നടക്കാറുണ്ട്. തിരിച്ച് ആളുടെ ആദ്യക്ക് ഒരു സമയമാകുമ്പോൾ കുർബാനയ്ക്ക് കുറിച്ച് പോകുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്, നമ്മളത് നമുക്ക് കാണാറുണ്ട്. പക്ഷെ മരിച്ച അന്ന് അച്ഛൻ്റെ കൈമ ചുറ്റിയാണ് കൊന്ത കിടന്നിരുന്നത്. മരിക്കുന്നതിൻ്റെ തലേദിവസം കുട്ടികളുടെ മത്സരം നടക്കായിരുന്നു LP സ്കൂളിൽ വെച്ചിട്ട്. അപ്പോൾ കുട്ടികളുടെ മത്സരം നടക്കുമ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഒന്ന് ഓടി കളിച്ച് ഭയങ്കരമായിട്ട് ബഹളമൊക്കെ വെച്ചു. അപ്പോൾ അച്ഛൻ ഇത്തിരി ദേഷ്യം വന്നു, കുട്ടികളെ നോക്കാൻ നിങ്ങൾ അധ്യാപകരുണ്ടായിരുന്നു വെച്ചിട്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ അന്ന് 4 മണിക്ക് മഠത്തിൽ സൂചിനെ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളിയാഴ്ച തലേദിവസം അത് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് സൂചിനെ കൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് എല്ലായിരുന്നു. അച്ഛൻ അതിനൊന്നും ഒരെണ്ണം എടുത്തു, പിന്നെ എടുത്തില്ല. അച്ഛൻ പറഞ്ഞു എനിക്ക് മതി എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ദേഷ്യത്തിൽ അങ്ങോട്ട് പോയി. പക്ഷേ എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. പള്ളിയുടേതായ കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട് അവിടെ പിള്ളേരെ കോഴിയെടുത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് അച്ഛനന്ന് വഴക്ക് പറഞ്ഞത്, വേറെ മറ്റൊന്നും വിചാരിച്ചിട്ടല്ല. സാധാരണ നല്ല സ്നേഹത്തോടെ ഇടപെടുന്ന വ്യക്തിത്വമായിരുന്നു അച്ഛൻ. ജീവിച്ചിടും നീ പ്രിയ സ്നേഹിത, മരണമില്ല നിൻ ഓർമ്മകളിൽ ഭൂമിയുള്ള കാലം. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛന് തോട്ടം ഒത്തിരി ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. കുറേ ഡാലിയ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന അവസരത്തിൽ അച്ഛന് ട്രാൻസ്ഫർ ഉണ്ടെന്ന് അറിയാമായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അവസരത്തിൽ അച്ഛൻ പറഞ്ഞു, സിസ്റ്റർ ആൽഫിക്ക് തോട്ടം ഭയങ്കര താല്പര്യമുള്ളതല്ലേ, എൻ്റെ ഡാലിയൊക്കെ സിസ്റ്റർ കൊണ്ടുപോയി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്നത്തെ ചെടികളൊക്കെ കുറേ അച്ഛൻ്റെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. സൗഹൃദമേശകളിൽ സദ്യയൊരുക്കി നീ യുവഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ ഓർമ്മ നീ മാതൃകയായി. അച്ഛൻ ശരിക്കും ഞങ്ങളുടെ ഒരു അപ്പച്ചനെ പോലെയായിരുന്നു. ഞങ്ങളുടെ മഠം ഒരു ചെറിയ മഠമാണ്, കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. പ്രായമായ 2 അമ്മമാരുണ്ടായിരുന്നു. അവരെപ്പോഴും കളിപ്പിക്കാനായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കരുതി അച്ഛൻ വരുമായിരുന്നു. വരുമ്പോൾ പിന്നിൽ ഇങ്ങനെ മറച്ചു വെക്കും. അപ്പം ഞങ്ങൾ ചെറിയൊരു കുറച്ച് പേരുണ്ടായിരുന്നവരെല്ലാവരും വന്ന് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ച് ഞങ്ങൾ പിന്നാലെ കൂടെ പറയാ, അത് നിങ്ങൾക്കുള്ളതൊന്നല്ല, അത് പ്രായമായ അമ്മമാർക്ക് ഞാൻ കൊണ്ടുവരുന്ന സമ്മാനമാണെന്ന് പറഞ്ഞ് ഒരേ തമാശയൊക്കെ പറഞ്ഞ് അവരെ കളിപ്പിച്ച് ഒത്തിരി നേരം അവിടെ ഇരുന്ന് എല്ലാവരെയും സന്തോഷിപ്പിച്ച് പോവാറ് സാധാരണ പതിവ്. അപ്പം മദർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛനെ വിളിക്കണം, നാളെ കാലത്ത് ഭക്ഷണം കഴിക്കാൻ ഓണല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് ആ തിരക്കിനിടയിൽ അത് മറന്നു. അപ്പം അച്ഛൻ ഞാൻ പറഞ്ഞു, മദറെ നാളെ കുർബാന കഴിയുമ്പോൾ തന്നെ ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ തന്നെ വിളിക്കാം അച്ഛനെ. അങ്ങനെ വിചാരിച്ച് ഇവിടെ നിന്ന് പോയി. അവിടെ ചെന്നപ്പോൾ ഇന്ന് കുമ്പസാരക്കൂട്ടിലുള്ള അച്ഛൻ അന്ന് കുമ്പസാരക്കൂട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇപ്പോൾ വരും, അച്ഛൻ ഇപ്പോൾ വരും എന്ന് വിചാരിച്ച് കാത്തിരുന്നു. പക്ഷേ അച്ഛനെ കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ അച്ഛനെ എവിടെയാണ് എനിക്ക് കുമ്പസാരിക്കാൻ പറഞ്ഞു. അച്ഛൻ ഇപ്പോൾ വരുന്നുണ്ടാവും, ബംഗ്ലാവിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ നീ പോയി വിളിച്ചോ, അച്ഛൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അങ്ങനെ ബംഗ്ലാവിലേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നത് അവൻ കാണും. അവൻ ഓടി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ അച്ഛൻ ഒന്ന് സിസ്റ്ററെ എന്ന് വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ വല്ല പാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും, അവിടെ ചെടികൾ നിറച്ച് നിൽക്കണമായിരുന്നു, വല്ല പാമ്പിനെ കണ്ടിട്ടായിരിക്കും അച്ഛൻ ഈ പയ്യൻ എന്നെ വിളിച്ചെന്ന് വിചാരിച്ചിട്ട് ഇനി വടി എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അറിയാത്ത പോലെ അവിടെ കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും ഓടണം ടെബിളിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ കമിഴ്ന്ന് വീണ് കിടക്കുകയാണ്. അച്ഛൻ്റെ കണ്ണാട തെറിച്ച് വീണ് കിടക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കണം നമുക്ക്. അപ്പോൾ ഒരമ്മാമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ അച്ഛന് അറ്റാക്ക് വന്നതാന്ന് തോന്നുന്നുണ്ട്, ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതല്ലേ, ആകെ വേർത്തിട്ടായിരിക്കണേ എന്നൊക്കെ പറഞ്ഞ്
അച്ഛനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അമ്മാമ്മയും എല്ലാവരും കൂടി അച്ഛനും പൊന്തിച്ചപ്പോൾ ആകെ വേർപ്പ്. വേഗം ഞങ്ങൾ തുടച്ചപ്പോഴാണ് ഇവിടെ നെഞ്ചിലെ കുത്തൊക്കെ കാണാനിടയിൽ. തുരുത്തിപ്പറമ്പിലേക്ക് എത്തിയപ്പോൾ ഞാൻ കാണുന്നത് വലിയ ജനക്കൂട്ടം ഞാൻ അവിടെ കണ്ടു. വേഗം വണ്ടി ദേവാലയ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്ത് ഞാൻ പള്ളിയുടെ മുറ്റത്തേക്ക് എത്തിയപ്പോൾ ജോബച്ചന്റെ മൃതശരീരം അവിടെ കിടക്കുന്നത് കാണാനിടയായി. അവിടെ പോലീസും മറ്റുള്ള ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ആ ഒരു വല്ലാത്തൊരു ഷോക്കായിരുന്നു. എനിക്കിപ്പോഴും ആ ഒരു രംഗം എൻ്റെ മനസ്സിൽ മാറിയിട്ടില്ല. അച്ഛനൊരു കൈ നെഞ്ചിൽ പിടിച്ച് അച്ഛൻ്റെ ഇവിടെ നിന്ന് ബ്ലഡ് ഒന്നും കണ്ടില്ല. ഒരു ഡായിനി പോലെ ഒരു സംഭവം പുറത്ത് വന്ന് കിടക്കുന്ന ഒരു ഇത് മാത്രമാണ് കൊടുത്ത പോലെ സംഭവമായിരിക്കും ഞാൻ വിചാരിക്കും. അങ്ങനെ കണ്ടു. ഒരു പ്രാവശ്യം ഞാൻ നോക്കിയുള്ളൂ. ഊർജമായി തീർന്നു നീ ജീവിതയാത്രയിൽ, അത്ഭുതമായി നീ ജീവിച്ചിടും നീ പ്രിയ സ്നേഹി. പിന്നെ ആ ഒരു സമയം വല്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു. ഒത്തിരിയേറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പോലീസിന് ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. അതെല്ലാം കഴിഞ്ഞ് ബോഡി അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയക്കേണ്ട ഘട്ടത്തിലേക്ക് വരുന്നു. ഒത്തിരി സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടായ കുറേയേറെ പ്രതിഷേധങ്ങൾ, അതിനും ഞാൻ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ജോബച്ചന്റെ കൊലയാളിയെ പിടിച്ചു എന്ന് അറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞാൻ അരമന ഭവനത്തിലുള്ളവരും ഞങ്ങൾ കൂടി എത്തുമ്പോൾ അവിടെ ഒരു വലിയ ജനാവലി അവിടെ പള്ളിയുടെ ഗേറ്റിന് പുറത്ത് നിൽക്കുകയും ഗേറ്റ് അടച്ചിട്ട് പോലീസ് അകത്ത് നിൽക്കുകയും ചെയ്ത സന്ദർഭത്തിലായിരുന്നു. അവിടെ ഒരു പരിധി വരെ ആ പ്രതിഷേധം എല്ലാ നിലകളും വിട്ട് അക്രമത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പള്ളിയുടെ അകത്തു നിന്ന് ബോക്സുകൾ, നമ്മുടെ സ്പീക്കറുകൾ എടുത്ത് പുറത്തേക്ക് വെച്ച് ആംപ്ലിഫയർ എടുത്ത് മാറ്റി വെച്ച് അവിടെ വെച്ച് ഞാൻ അവിടെ ഈ ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. മരണമില്ല നിൻ ഓർമ്മകളിൽ ഭൂമിയുള്ള കാലത്തോളം. ആ സമയത്ത് വളരെ ശക്തമായിട്ട് ഞാൻ ഇടവക ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. രൂപത ഒരുമിച്ച് ഈ ഒരു വിഷയത്തെ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നുണ്ട്. ഞങ്ങളുടെ ചോരയാണ് ഇവിടെ വീണത്, ഞങ്ങളുടെ ഒരു അച്ഛനാണ് ഇവിടെ വധിക്കപ്പെട്ടത്. അതിന്റെ വേദന അഭ്യുദയ പിതാവ് രൂപതാധികർക്കും രൂപതയിലെ മൊത്തം വൈദികർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ ജനത്തെ ശാന്തമാക്കാൻ ശ്രമിച്ചു ഞാൻ ഓർക്കുന്നുണ്ട്. സ്വർഗവാതിൽ നിനക്കായി വേഗം തുറക്കുവാൻ പ്രാർത്ഥനയോടെ ഞങ്ങൾ സ്നേഹിതർ പുരോഹിതർ. ഈ വാർത്ത അച്ഛൻ മരിച്ചു എന്നുള്ള വാർത്ത പെട്ടെന്ന് എല്ലായിടത്തേക്കും അറിയിച്ചു. അച്ഛന്മാരെ അറിയിച്ചു, ആളുകളെ അറിയിച്ചു. അങ്ങനെ രൂപതയുടെ പല ഭാഗങ്ങളിലും ഈ അച്ഛൻ മരിച്ചു വരെ പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ അവിടേക്ക് രൂപതയുടെ പല ഭാഗത്തുനിന്ന് കടന്നു. അതിനുശേഷം അച്ഛനെ അവിടെ നിന്നും മറ്റുള്ള നടപടികൾക്കായിട്ട് അവിടെ കൊണ്ടുപോകില്ല. അച്ഛനെ അവിടെ നിന്നും അച്ഛൻ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത് മുറക്കനാട് അച്ഛന് സ്വന്തം മാതൃയിടവകയിലാണ്, മാതൃയിടവക സെമിത്തേരിയിലാണ്. അച്ഛൻ ഇവിടെ തന്നെ പലർക്കും താല്പര്യമുണ്ടായിരുന്നു. തിരുത്തിപ്പറ സെമിത്തേരിയിൽ തന്നെ അച്ഛനെ അടക്കണം. ഇവിടെയാണ് അച്ഛൻ ഒരു രക്തസാക്ഷിയായിട്ട് മരിക്കുകയാണ്, ഇവിടെ കുത്തേറ്റ് മരിക്കുകയാണ്. ഇവിടെ തന്നെ ആളുകളുടെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് തീരുമാനം പ്രകാരമായിരുന്നു അച്ഛൻ്റെ മാതൃയിടവകയിൽ കൊണ്ടുപോകാം എന്നുള്ള രീതി. അച്ഛൻ്റെ മരണശേഷം പോലീസ് അധികാരികളുടെ ഭാഗത്തോ രാഷ്ട്രീയ അധികാരികളുടെ ഭാഗത്തോ വേഗത്തിൽ ആരാണ് കുറ്റവാളി എന്ന് കണ്ടെത്താനുള്ള ഒരു പരിശ്രമം ഞങ്ങൾക്കത് ബോധ്യമായില്ല. അത് പല ഡിമാൻഡുകൾ നടത്തി പൂർണ്ണമായിട്ട് വിജയം ഭരിച്ചില്ല. അവർക്കൊന്ന് ഒരു വലിയൊരു സമ്മേളനം നടത്തി വയ്ക്കാൻ സാധിക്കുന്ന അത്രയും പേര് ഇവിടെ വന്ന് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം എത്രയും വേഗത്തില് ജോബച്ചന്റെ ഘാതകരെ കണ്ടെത്തണം, എന്താണ് ഉണ്ടായത് പോലീസ് അധികാരം കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അങ്ങനെയുള്ളൊരു പ്രോഗ്രാമെല്ലാം ഞങ്ങൾ നടത്തി. ഇന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായിരിക്കുന്ന അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവാണ് അന്ന് പ്രധാനപ്പെട്ട പ്രഭാഷണം നടത്തിയത്. പിതാവ് വളരെ ശക്തമായ രീതിയിൽ ഇത് എത്രയും വേഗം നടപടികൾ ഉണ്ടാകുവാനും അച്ഛൻ്റെ ഘാതകരെ കണ്ടെത്തുവാനും അവന് വേണ്ടതായ ശിക്ഷ നടപടികളൊക്കെ അവർക്ക് ലഭ്യമാകുവാനും എല്ലാം വേണ്ടിയുള്ള ആഹ്വാനങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധ യോഗത്തിൽ എല്ലാവരും അങ്ങനെ പ്രസംഗിക്കുകയുണ്ടായി.
ഞങ്ങളെ ഓർക്കണേ. നിത്യപുരോഹിതന്റെ കൂടെ നടക്കുവാൻ ജീവിച്ചിടും നീ. പിന്നീടാണ് ഇത് വേറൊരു ആളെ അവനാണ് പോലീസ് കണ്ടുപിടിച്ചു. അവനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് കത്തിയെല്ലാം എടുക്കാനുള്ള പരിശ്രമമൊക്കെ നടത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഉണ്ട്. എങ്കിൽ തന്നെ ഇപ്പോഴും എൻ്റെ ഒരു ബോധ്യം വ്യക്തമായിട്ടും കൃത്യമായിട്ടും അച്ഛൻ എങ്ങനെ മരിച്ചു അല്ലെങ്കിൽ എവിടെ വെച്ച് മരിച്ചു, എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്, ആരാണ് ഇതിനെ ശക്തമായിട്ട് പ്രവർത്തിച്ചത് അച്ഛനെ വധിക്കുവാനായിട്ട് എന്നൊന്നും വ്യക്തമായിട്ടൊരു രൂപരേഖ അല്ലെങ്കിൽ കൃത്യത ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. പ്രിയ സ്നേഹിത, മരണമില്ല നിൻ ഓർമ്മകളിൽ. തുരുത്തിപ്പറമ്പ് ഇടവക വികാരിയും ഞങ്ങളുടെ കപ്ലോൻസിനുമായിരുന്നു ജോബ് അച്ഛൻ. നല്ല തികഞ്ഞ വിശുദ്ധനും പ്രാർത്ഥനാ ചൈതന്യമുള്ളവനും ശാന്തപ്രകൃതിയും ലളിതമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു അന്യ വൈദികൻ. ഇടവക ജനത്തെ ദൈവോന്മുഖമായി നയിക്കാൻ ഇടവകയിലെ പ്രവർത്തനങ്ങൾ സജീവമായി പ്രവർത്തിച്ചിരുന്നു. സംഘടനകൾ, മതബോധനം, കുടുംബ സമ്മേളനം, കുടുംബ സന്ദർശനം എന്നിവയിലൂടെ ഇടവക മക്കളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചിരുന്നു. അനുദിനമുള്ള ദിവ്യബലിയോടൊപ്പമുള്ള സന്ദേശങ്ങളും ഞായറാഴ്ചയിലെ പ്രസംഗങ്ങളും ഏറെ പ്രചോദനവും ഉത്തേജനവും നൽകുന്ന ഭക്തിയുള്ളതും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിരുന്നു. അച്ഛൻ ഇടവക മക്കളെയും ഞങ്ങളെയും നാനാജാതി മതസ്ഥരെയും സ്നേഹിച്ചിരുന്നു. ഓരോരുത്തർക്കും വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. അച്ഛൻ ഒരു നല്ല പ്രകൃതി സ്നേഹിയും അതുപോലെ തന്നെ പള്ളിമേടയ്ക്ക് ചുറ്റും ധാരാളം ചെടികൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കുകയും ചെയ്തിരുന്നു. ഓണത്തിനും ഇതുപോലെ സന്തോഷകരമായി ഓണം ആഘോഷിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പ്രഭാതത്തിൽ എല്ലാവരും എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥനയ്ക്കായി പള്ളിയിൽ അണിനിരന്നു. മഠത്തിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ ഇടവക പള്ളിയിലേക്ക് വിശുദ്ധ ബലി അർപ്പിക്കാനായി പോയി. ആദ്യം എല്ലാ ദിവസവും വന്നിരുന്ന ഒരു ചേട്ടൻ അച്ഛൻ പതിവ് പോലെ വരുന്ന സമയത്ത് വരാതിരുന്നത് കൊണ്ട് സിസ്റ്ററെ, നമ്മുടെ അച്ഛൻ പള്ളിയിലേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ചേട്ടൻ പോയി അച്ഛനെ ഒന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചേട്ടൻ ആ സ്ഥലത്ത് ചെന്നപ്പോൾ പള്ളിമേടയുടെ മുൻവശത്തെ പോർട്ടിക്കോയിൽ കമഴ്ന്നടിച്ച് കിടക്കുന്ന ജോബ് അച്ഛനെയാണ് ആ ചേട്ടൻ കണ്ടത്. ചേട്ടൻ അച്ഛൻ ഇവിടെ വീണ് കിടക്കുന്ന സിസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കവിഴ്ന്ന് കിടക്കുന്ന അച്ഛനെ ഞങ്ങളെല്ലാവരും നിവർത്തി കിടത്തി. ഹൃദയത്തിൻ്റെ ഇടതുവശത്തെ കുത്തേറ്റ് ചോരയിൽ കിടക്കുന്ന അച്ഛനെയാണ് ഞങ്ങൾ കണ്ടത്. ദേഹം പകുത്തു നീ ക്രിസ്തുവായി തീർന്നതും സ്നേഹം പൊതിഞ്ഞു നീ സമ്മാനമായതും. 20 വർഷം പിന്നിടുമ്പോൾ ഇന്നും നമ്മൾ ജോബച്ചനെ പറ്റി സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ 25 വർഷം മുൻപത്തേക്ക് തിരിഞ്ഞു നോക്കണം. കാരണം തിരുത്തിപ്പറമ്പിൻ്റെ ഇന്നത്തെ അവസ്ഥയും തിരുത്തിപ്പറമ്പിൻ്റെ സ്ഥിതിയും തിരുത്തിപ്പറമ്പ് പള്ളിയുടെ അവസ്ഥയും പള്ളിയുടെ സ്ഥിതിയും ഒന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക്
തിരുത്തിപ്പറമ്പിനെ സംബന്ധിച്ച് ജോബച്ചൻ്റെ ബന്ധം എന്തെന്നോ ഊഹിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ വളർച്ചയിലായിട്ടുണ്ട്. അച്ഛനെ സംബന്ധിച്ച് ഭക്തികാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധിയോടും പ്രാർത്ഥനയിൽ ശക്തിയായും മാതാവിൻ്റെ കൊന്ത എപ്പോഴും കയ്യിലേന്തി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ജോബച്ചൻ. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി രക്തം ചിന്തിയ ആധുനിക സഭയുടെ രക്തസാക്ഷിയായ ജോബച്ചന് പ്രണാമം. ജീവിച്ചിടും നീ പ്രിയ സ്നേഹിത, മരണമില്ല നിൻ ഓർമ്മകളിൽ. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന, നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന സാധുക്കളെ ജാതിമതഭേദമന്യേ സഹായിക്കാൻ ഉതകുന്ന ഒരു സാധു സഹായ നിധി രൂപീകരിക്കണമെന്ന് ഇത് അച്ഛൻ്റെ അതിയായ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. 2004 ഓഗസ്റ്റ് 15 തീയതി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് അച്ഛൻ അന്ന് സമ്മതിച്ചതായിരുന്നു. ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകളാൽ തടസ്സങ്ങൾ വന്നതിനാൽ ഈ പരിപാടി മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. ഇന്നും പൂർത്തീകരിക്കാതെ അച്ഛൻ്റെ കിടക്കുന്ന ഒരു ആഗ്രഹങ്ങളിൽ ഒന്നാണത്. മറ്റ് ഒന്ന് നമ്മുടെ പൂർവികർ ഉറങ്ങിക്കിടക്കുന്ന സെമിത്തേരിയിൽ ഒരു കപ്പേള നിർമ്മിക്കണമെന്നുള്ളതായിരുന്നു. അത് നിറവേറി. മറ്റൊന്ന് ഒരു ദേവാലയം, നല്ലൊരു മനോഹരമായ ദേവാലയം തിരുത്തിപ്പറമ്പിൽ ഉണ്ടാകണമെന്നായിരുന്നു. അതും നിറവേറ്റപ്പെട്ടു. സമൂഹത്തിലെ തിരുത്തിപ്പറമ്പിൻ്റെ സമൂലമായ മാറ്റങ്ങൾക്ക് വഴി തെളിയിച്ച ഒരു പുരോഹിതനായിരുന്നു ഫാദർ ജോബ് ചിറ്റലപ്പള്ളി അച്ഛൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പകർന്ന് സുവിശേഷമായി ജീവിക്കാൻ ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന യേശുനാഥൻ്റെ വചസ്സുകൾ ജീവിതത്തിൽ പൂർത്തിയാക്കിയ ഒരു നല്ലൊരു വൈദികനായിരുന്നു ജോബച്ചൻ. ഫാദർ ജോബ് ചിറ്റലപ്പള്ളി വധക്കേസ് പ്രതി രഘുകുമാറിനെ ഹൈക്കോടതി വെറുതെ വിട്ടു. പ്രതികൾക്കെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇരട്ട ജീവപര്യന്തം തടവ് റദ്ദാക്കിയത്.